പക്ഷേ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്? 1977 മുതൽ 2021 വരെ അവിടെ ജയിച്ചു വന്നിരിക്കുന്നതെല്ലാം MLA മാരായിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. BVS തങ്ങൾ മുതൽ NK അക്ബർ വരെ. 2026 ഒരു മാറ്റം വേണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രചരണ തന്ത്രം എന്ന് പറയുന്നത്. ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, CPM-നോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവിടെ അവർ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കില്ലേ ഗുരുവായൂർ? ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തി ചിലപ്പോൾ തോറ്റുപോയാൽ എന്ത് ചെയ്യും? കാരണം ആ നിയോജക മണ്ഡലത്തിൻ്റെ പൊതുസ്വഭാവം പരിശോധിക്കുമ്പോൾ നിയോജക മണ്ഡലത്തിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരാണുള്ളത്. ആ മുസ്ലിം വോട്ടർമാർക്ക് മുസ്ലിം MLA തന്നെയായിരിക്കും കൂടുതൽ പ്രിയങ്കരമായിരിക്കും, അവർക്ക് പ്രിയങ്കരമാണ്. അപ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിനെ LDF UDF നിർത്തിയാണെന്ന് വിചാരിക്കും, അയാൾക്ക് ചിലപ്പോൾ വോട്ട് കിട്ടണമെന്നില്ല. മുസ്ലിം സ്ഥാനാർത്ഥിക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുക. അപ്പം കൂടുതൽ 2 വോട്ട് കിട്ടിയാലും 5 വോട്ട് കിട്ടിയാലും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ ജയിക്കുള്ളൂ. ഗോപാലകൃഷ്ണൻ്റെ വാദം എന്താണ്? ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഗുരുവായൂർ ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ MLA ഒരു ഹിന്ദു ആകേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരുവായൂർ നിയോജക മണ്ഡലത്തെ പൊളിക്കുക. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വരുന്നതാണ്. അങ്ങനെ പൊളിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കിഴക്കൻ സൈഡ് ചാവക്കാട് ചാവക്കാട് പടിഞ്ഞാറ് സൈഡ്, ഈ ചാവക്കാട് പ്രദേശത്ത് മുഴുവൻ താമസിക്കുന്ന മുസ്ലിങ്ങളാണ്. ആ കടലോര പ്രദേശത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് കാണാവുന്ന അതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ഹിന്ദുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്പലം അതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലേക്കാണ് ഹിന്ദുക്കളൊക്കെ ഉള്ളത്. ഇത് ഒരു അവിടുത്തെ ഡെമോഗ്രഫിയാണ് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ജനസംഖ്യ നിൽക്കുന്നത്. ആ ജനസംഖ്യ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു മുസ്ലിം MLA വരുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണനും പാർട്ടിക്കും ആഗ്രഹിക്കാവുന്ന ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് പതുക്കെ ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് മാറ്റുമ്പോൾ മണലൂർ പോലെയുള്ള നിയോജക മണ്ഡലങ്ങളുമായിട്ട് ഈ ഗുരുവായൂർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ കഷ്ണം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ, മനസ്സിലായി? അതപ്പോൾ ഈ മണലൂരോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന പ്രദേശങ്ങളിലേക്ക് അത് കൂട്ടിച്ചേർത്ത് വേറെ നിയോജക മണ്ഡലമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. അവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ മത്സരിക്കാം. കാരണം അവിടുത്തെ ജനസംഖ്യയുടെ ഈ അനുപാതം വരുന്ന സമയത്ത് ഈ മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. അല്ല, നമ്മുടെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മതേതരത്വത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം അല്ല. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയാണോ? അല്ല, വളരെ കൃത്യമായിട്ട് ഗോപാലകൃഷ്ണനെ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകണമല്ലേ, രാഷ്ട്രീയ പണി നിർത്തിയിട്ട്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് തന്നെ നമ്മളൊരു സെക്കുലർ സൊസൈറ്റിയെക്കുറിച്ച് കൺസെപ്റ്റ് നമുക്കുണ്ട്. മാത്രമല്ല നമ്മളൊരു മിക്സഡ് സൊസൈറ്റിയാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ചില സ്ഥലത്ത് ഈ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും, ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും, ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും. ഇപ്പോൾ മലപ്പുറം ജില്ല, അവിടെ ഭൂരിപക്ഷം സ്ഥലത്തും ജയിക്കുന്നത് മുസ്ലിങ്ങളല്ലേ. കാരണം വലിയ മുസ്ലിം ആധിപത്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്യാൻ പറ്റും? ഗോപാലകൃഷ്ണൻ പറയുന്ന എന്തെങ്കിലും കാര്യം അവിടെ നടത്താൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ അവരിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും, അത് മുസ്ലിം MLA ആയിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും ഗോപാലകൃഷ്ണന്? ഹിന്ദുക്കൾ മാത്രമുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ മുസ്ലിങ്ങളാരും കൊണ്ട് നിർത്തണമില്ല, അവിടെ ഹിന്ദു MLA മാത്രമല്ലേ വരുന്നത്. ഇത് അയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അയാൾ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണല്ലോ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അതിനാണ് ഞാൻ പറയണത്, അയാൾക്ക് അത്രമാത്രം ദഹനക്കേടും ഉറക്കക്കേടും ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് മണലൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിനോട് ചേർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പേര് ഗുരുവായൂർ എന്നിട്ടായി. അപ്പോൾ അവിടെ ഹിന്ദുക്കൾ വന്നോളൂ, മനസ്സിലായി? അവിടെ മുസ്ലിങ്ങളാരും പിന്നെ മത്സരിക്കാനും നടക്കില്ല. ഈ തലക്കുകളില്ലായ്മ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നത് വർഗീയതയുടെ വളരെ തീവ്രമായിട്ടുള്ള ബോധം അദ്ദേഹത്തെ ഭരിക്കുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഗുരുവായൂരിൽ ഏതാണ്ട് ഒരു ബാലൻസിലാണ് ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പകുതിയോളം മുസ്ലിങ്ങളും പകുതിയോളം ഹിന്ദുക്കളും കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്.
അതെ, അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആ ബാലൻസ് ഉണ്ട്. അപ്പോ അവിടെ പൂർണ്ണമായിട്ടും മുസ്ലിം അദ്ദേഹത്തിന് ഇത് പറയാനുള്ള കാരണം പൂർണ്ണമായിട്ടും അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ അല്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതിയിൽ 1 വോട്ടോ 2 വോട്ടുണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ട് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പൊക്കെ നടക്കണമെങ്കിൽ ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ BJP കുറേ സീറ്റ് ഇട്ട് വരുന്നല്ലേ, അല്ലേ? ആനുപാതിക പ്രാതിനിധ്യമല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഒരുപക്ഷെ കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു വാദമുണ്ട്, ചില ഹിന്ദു പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളും ജയിച്ചു വരുന്നുണ്ട്. അത് വരാം. അതിനെന്താ തടസ്സം നിൽക്കുന്നത്? നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തും ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ ജയിച്ചു വരാം. ഇവിടെയും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു സ്ഥാനത്തിനെ നിർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിർത്താത്തെന്ന് പറഞ്ഞാൽ ജയിക്കാനായിട്ടും എന്തിനാണ് തിരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ മത്സരിക്കുന്നത്? ജയിക്കാനല്ലേ. ഇപ്പം ജയിക്കാൻ എളുപ്പമുള്ള വഴി എന്താണ് നോക്കും. ഈ എളുപ്പ വഴിയിലൂടെ ക്രിയ ചെയ്യുമ്പോഴാണ് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി മാത്രം ജയിക്കുന്നത്. ഹിന്ദു എല്ലാവരും കൂടി ഇപ്പോൾ ഈ കൊച്ചിയിലൊരു സ്ഥലമുണ്ടല്ലോ, എറണാകുളം എന്ന് പറയുന്നത്, അത് മുഴുവൻ ആരുടെയാണെന്ന് പറയുന്നത് ലത്തിങ്ങത്ത് ഒരിക്കൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് അവിടെ? ക്രിസ്ത്യാനികൾക്ക് 38% ഉള്ളൂ, 52% ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. മനസ്സിലായി? ബാക്കി വരുന്ന മുസ്ലിങ്ങളാണ്. എന്നിട്ട് ലത്തീൻ സഭ പറയണത് ഇത് ലത്തീൻ നഗരമാണെന്നാണ് പറയുന്നത്. എന്ത് അസംബന്ധമാണ് ഈ പറയാൻ? അപ്പം ഞാൻ പറഞ്ഞ സമുദായം നേതാക്കളോ ഈ ജാതി സംഘടനകളുടെ നേതാക്കളോ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക, അവരുടെ കാര്യം നോക്കി നടക്കണമല്ലേ. അതായത് ഈ സമുദായം നോക്കിയിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ മതേതരത്വം മറഞ്ഞ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, നിർത്തുന്നത്. അത് മാറില്ല. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുന്നത് എന്തിനാണ്? ജയിക്കാൻ. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും കുറേ ബേസ് ഔട്ടുണ്ട്. ആ ബേസ് ഔട്ട് പ്ലസ് ഒരു ജാതിയുടെ പ്രത്യേക വോട്ട്, അപ്പം ജയിക്കണം. ഈ ഇക്വേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇക്വേഷനാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അവസാനിക്കില്ല എന്ന് പറയുന്നത് അതാണ് വിന്നിങ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ധീവരന്മാർ കുറേ ഉള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും. CPM കുറേ വോട്ടുണ്ട്, കോൺഗ്രസിന് കുറേ വോട്ടുണ്ട്, BJPക്ക് കുറേ വോട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ആ വോട്ട് കൊണ്ട് മാത്രം ഇവർക്ക് ജയിക്കാൻ പറ്റില്ല, 3 കൂട്ടർക്കും ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ആ ധീവരുടെ സമുദായത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയാക്കും. അപ്പോൾ ധീവരന്മാരൊക്കെ കൂട്ടമായിട്ട് എന്ത് ചെയ്യും? കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവനും BJPക്ക് വോട്ട് ചെയ്യുന്നതിനും CPMന് വോട്ട് ചെയ്യുന്നതിനൊക്കെ പോയിട്ട് ഇയാൾക്ക് വോട്ട് ചെയ്യും. ഈ ജാതി ബോധം വോട്ടറുടെ മനസ്സിൽ നിന്ന് മാറാത്തടത്തോളം കാലം നമ്മൾ ഈ സിദ്ധാന്തം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് ഗോപാലകൃഷ്ണനാണല്ലോ ഈ ജാതി ആളുകളുടെ മനസ്സിനകത്ത് തീ പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം. ഗോപാലകൃഷ്ണൻ ഒരു കാലത്തും ജയിപ്പിക്കില്ല ഗുരുവായൂർ. കാരണം അയാൾ അത്രമാത്രം മുസ്ലിം വിരുദ്ധനാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ പിന്നെ അയാൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും? അല്ല, പുള്ളി അവിടെ ഒരു ഹിന്ദു വോട്ടുകൾ ഏകീകരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ പറയുന്നത് ഹിന്ദു അവിടെ ഒരു MLA ആയിട്ട് വരണമെങ്കിൽ കൃത്യമായ മതേതര ഫാക്ടർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആർക്ക് നിന്നാലും ആ രാഷ്ട്രീയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജയിക്കാം. അത് പക്ഷേ ഇവരെല്ലാവരും ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നത് 50 വർഷമായിട്ട് ഒരാൾ അങ്ങനെ നിർത്തിയില്ല എന്നുള്ളതാണ്. MLA വന്നില്ല എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനി പോലും വന്നില്ല. 50 വർഷമായിട്ട് ചെയ്യാത്തതിന്റെ കാരണം 50 വർഷമായിട്ട് ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവർ പരാജയപ്പെടാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഗോപാലകൃഷ്ണൻ സ്ഥിരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് പ്രശ്നം ഉണ്ടാവില്ല. മറ്റേ CPMകാരും അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജയിക്കുന്ന ഘടകത്തിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു കാര്യം കൂടി സംസാരിക്കാൻ പറ്റും. പക്ഷേ അതായത് പേരാമ്പ്രയില് ഇപ്പം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയ, അവർക്കെതിരെ ഇപ്പം അനൗൺസ്മെന്റ് പ്രചരണം CPMന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. TP രാമകൃഷ്ണന്റെ ഫ്ലെക്സ് ബോർഡ് അടക്കം വെച്ചിട്ടുള്ള ഒരു ജീപ്പിലാണ് ആ സാധനം പോകുന്നുണ്ടായത്. അതിൽ പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനായിട്ട് സ്വകാര്യ പ്രചരണം നടത്തുന്നു. അതുകൊണ്ട് മതേതര പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൽ. ഇത് രണ്ടിലും ഗോപാലകൃഷ്ണൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രവും CPM പ്രയോഗിക്കുന്ന ഈ തന്ത്രവും തമ്മിൽ വലിയ സാമ്യതയില്ലേ? അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള മണ്ഡലങ്ങളാണല്ലോ അവിടെ ഉള്ളത്. ആക്ച്വലി ഇപ്പം മലപ്പുറത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ പരിശോധിക്കുന്ന സമയത്താണ്. കോഴിക്കോട് പോലും അങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിന്
CPM വലിയ തിരിച്ചടിയുണ്ടായി. എന്താ തിരിച്ചടിയുണ്ടാവാൻ കാരണം? CPM-നൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മുസ്ലിം സഹാക്കൾ, അവർ മുസ്ലിം സഹാക്കൾ എന്ന് പറഞ്ഞാൽ നിന്ന് സഹാക്കൾ എടുത്ത് മാറ്റി ഞങ്ങൾ മുസ്ലിമാണ് എന്ന് തീരുമാനിക്കുകയും എന്നിട്ട് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ രാഷ്ട്രീയം മാറ്റി അത് വർഗീയതയെ മാറി. ആ വർഗീയതയാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുത്താനായിട്ട് മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കേരളത്തിലെ എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്ത് തീവ്രമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാരണം KM ഷാജി പറഞ്ഞാണ്, കഴിഞ്ഞ 10 വർഷമായി മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ടാൽ ബാക്കിയുള്ള അപര സമൂഹത്തിൽപ്പെട്ട ആൾക്കാരോ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും? അവർക്ക് ഭ്രാന്ത് പിടിക്കും. അവരെ ഭ്രാന്ത് പിടിപ്പിക്കലാണ് ഇവർ ലക്ഷ്യം. കേരളം വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം ഇല്ലാതാവുകയാണ്. പേര് മാത്രമേ ഉള്ളൂ CPM എന്നും കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ. മുസ്ലിം ലീഗാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. അവരാണ് ജാതി മത സമുദായ സംവിധാനങ്ങൾ മുഴുവനും ഒരുമിച്ച് ഈ രാഷ്ട്രീയ കുടക്കീഴിൽ കൊണ്ടിരുന്നത്. നാളെ കേരളത്തിലെ മറ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ സംഘടിക്കേണ്ടതായിട്ട് വരും എന്ന സന്ദേശമാണ് ഇതിനകത്ത് നൽകപ്പെടുന്നത്. ഇതൊരു വലിയ ഹിന്ദു ഏകീകരണത്തിലേക്ക് നയിക്കും. അങ്ങനെയാണല്ലോ വരാൻ പോകുന്നത്. അങ്ങനെ വരുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഭരണം UDF-ന് ലഭിക്കുന്ന സമയത്ത് അതിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കാനായിട്ട് പോകുന്നത്.